ഹായ് ഓൾ വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളവരെ അറിയില്ല. അതായത് ജനുവരി 15, അതായത് ഇന്നത്തോടു കൂടി എന്ത് ചെയ്യാം, നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ച നോട്ടിഫിക്കേഷന്റെ എല്ലാത്തിന്റെയും എന്ത് ചെയ്യാം, എക്സാം കലണ്ടർ ഓൾറെഡി അവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ സിലബസും കൂടി ഇന്ന് ജനുവരി 15 എന്റെ ഔട്ട് ആവുന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇതുവരെ വന്നിട്ടില്ല. അപ്പോ കഴിഞ്ഞ പ്രാവശ്യം പറയുന്ന ആ ഒരു കൃത്യമായിട്ട് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവർ ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തോടു കൂടി വരുന്ന രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ ഇനിയിപ്പോ നാളെ മിക്കവാറും വരുന്നുണ്ടാവും. ഓക്കെ, അതായത് സിലബസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എന്താണ് നിങ്ങളുടെ ഒരു എക്സാമിന് മുന്നേ തന്നെ എന്ത് ചെയ്യാം, എക്സാം അതായത് എന്ന് വെച്ചാൽ 3 മാസം മുന്നെയാണ് സിലബസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവുക അല്ലെ. പക്ഷെ ഇപ്പോഴും എന്താ PSC അത് കൃത്യമായിട്ട് അവരുടെ ഒരു പത്രക്കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജനുവരി 15 എന്താ കൃത്യമായിട്ട് അവിടെ സിലബസും കാര്യങ്ങളൊക്കെ അവർ ഔട്ടാക്കുന്ന രീതിയിൽ അത് ഇതുവരെ വന്നിട്ടില്ല. ഇനി അത് വരുന്ന ദിവസങ്ങളിൽ തന്നെ വരുന്ന രീതിയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ അതും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അവിടെ പഠനം കൃത്യമായിട്ട് അവിടെ എന്ത് ചെയ്യാം, പഠിക്കാൻ വേണ്ടി പറ്റും. എത്ര കോമ്പറ്റീഷൻ, എത്ര ആൾക്കാർ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് എക്സാം സ്ലോട്ടും സിലബസ് വന്നു കഴിഞ്ഞാൽ എന്താ അതിന്റെ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, എക്സാം സ്ലോട്ട് പറയാം. അപ്പോൾ ഏറ്റവും ആദ്യം അല്ലെങ്കിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് 126/2024 കാറ്റഗറി നമ്പർ പ്രകാരം 2025 ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ എന്ന് പറഞ്ഞ കാലയളവിലാണ് എക്സാം ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. ടെൻഡേറ്റീവ് എക്സാം ഡേറ്റ്. അതായത് 31/2024 ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 ഡയറക്ടർ റിക്രൂട്ട്മെന്റ് കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് 2025 ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ എന്ന് പറയുന്ന കാലയളവിലേക്കാണ് അവർ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ ഇറക്കാൻ വേണ്ടി, സോറി, എക്സാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. 2025 ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ. അപ്പൊ ഇതിലിപ്പം ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 കേസിൽ പറയുന്നത് 31/2024 അപ്പോ സ്കെയിൽ ഓഫ് 36,500 തൊട്ട് 89,000 വരെ 9,238 അപ്ലിക്കേഷൻസ് ആണ് അവിടെ റിസീവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 9,238 പേരാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അറ്റ് ദ ടൈം ഓഫ് നോട്ടിഫിക്കേഷൻ 2 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് 5/12/2023 റിപ്പോർട്ട് ചെയ്തേക്കുന്നത് കേട്ടോ. 5/12/2023. ഞാൻ മനസ്സിലാക്കുന്നത് ഫ്രഷ് റിക്രൂട്ട്മെന്റ് ആണ്. അപ്പോ കൂടുതൽ വേക്കൻസി ചിലപ്പോൾ അവിടെ എന്ത് റേസ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ 2023 ഡിസംബറിൽ 2 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ അസിസ്റ്റന്റ് എഞ്ചിനീയർ കേരള വാട്ടർ അതോറിറ്റി ആണെന്നുണ്ടെങ്കിൽ 53,991 തൊട്ട് 1,18,100 വരെയാണ് സ്കെയിൽ ഓഫ് പേ വന്നിട്ടുള്ളത്. അപ്പോൾ 10,472 പേരാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ളത് കേട്ടോ. 10,472 പേര്. മറ്റേത് നമ്മൾ നേരത്തെ പറഞ്ഞ 9,238, ഇത് 10,000, ഏകദേശം 1,000 ആൾക്കാർ മാത്രമേ അധികം വന്നിട്ടുള്ളൂ. അപ്പോൾ അവിടെയും നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 2023 സെപ്റ്റംബറിലാണ് എന്ത് ചെയ്തേക്കുന്നത്, 3 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. കേരള വാട്ടർ അതോറിറ്റിയിൽ 2023 സെപ്റ്റംബറിലാണ് എന്ത് ചെയ്യുക, 3 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ചെറിയ ഇൻഫർമേഷൻ ആണ്. അപ്പോൾ ഇതിന്റെ സിലബസ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഔട്ട് ആവുന്നുണ്ടാവും. അപ്പോൾ സിലബസ് ഔട്ട് ആക്കിയാൽ നമുക്ക് കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.